ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കോപ്പ ഡെൽറയുടെ ആദ്യപാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു വലിയ തോൽവിയാണ് FC ബാഴ്സലോണയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡ് അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് എതിരില്ലാത്ത 4 ഗോളുകൾക്ക് FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഫൈനൽ പ്രവേശനം സാധ്യമാക്കണമെങ്കിൽ രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ് FC ബാഴ്സലോണ നടത്തേണ്ടതുണ്ട്. ക്യാമ്പ് നൗവിൽ വെച്ചുകൊണ്ട് നടക്കുന്ന രണ്ടാം പാദത്തിൽ 5 ഗോളുകൾ നേടിക്കൊണ്ടുള്ള ഒരു വിജയം സ്വന്തമാക്കിയാൽ മാത്രമായിരിക്കും FC ബാഴ്സലോണയ്ക്ക് ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. മാർച്ച് 4-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30-നാണ് ഇതിന്റെ രണ്ടാം പാദ മത്സരം നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവോ പങ്കുവച്ചിട്ടുണ്ട്. അതായത് FC ബാഴ്സലോണയുടെ ഡ്രസ്സിംഗ് റൂം ഇപ്പോൾ വിശ്വസിക്കുന്നത് അത്ലറ്റിക്കോക്കെതിരെ ഒരു അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ക്യാമ്പ് നൗവിൽ നടക്കുന്ന മത്സരത്തിൽ കൂടുതൽ ഗോളുകൾ നേടിക്കൊണ്ട്, ഒരുപാട് ഗോളുകൾ നേടിക്കൊണ്ട് അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്തി അതുവഴി ഫൈനലിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് FC ബാഴ്സലോണയുടെ ഡ്രസ്സിംഗ് റൂം ഇപ്പോൾ വിശ്വസിക്കുന്നത്. അവർ കൺവിൻസ്ഡ് ആണ് എന്നാണ് സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ ബാഴ്സ താരങ്ങൾക്കിടയിൽ ഉടലെടുത്തിട്ടുണ്ട്. കൂടാതെ സൂപ്പർ താരങ്ങൾ പരിക്കിൽ നിന്നും തിരിച്ചെത്തും. റാഷ്ഫോർഡ്, റാഫീഞ്ഞ, പെഡ്രി എന്നിവരൊക്കെ പരിക്കിൽ നിന്നും തിരിച്ചെത്തും. അപ്പോൾ ആ ഒരു തിരിച്ചുവരവ് സാധ്യമാകും എന്നാണ് FC ബാഴ്സലോണയുടെ താരങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. തുടക്കം തൊട്ടേ നല്ല ഇന്റൻസിറ്റിയോട് കൂടി കളിക്കാൻ കഴിഞ്ഞാൽ മത്സരത്തിൽ വിജയിക്കാൻ കഴിയും എന്നാണ് ബാഴ്സലോണ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് സുപ്രധാന താരങ്ങൾ തിരിച്ചെത്തും, മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് തന്നെ വളരെയധികം തീവ്രതയോടുകൂടി കളിക്കുക, എന്നാൽ ആ ഒരു തിരിച്ചുവരവ് സാധ്യമാകും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ബാഴ്സലോണ താരങ്ങൾ ഉള്ളത് എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനു മുൻപ് ഒരുപാട് മത്സരങ്ങൾ ബാഴ്സക്ക് കളിക്കേണ്ടി വരുന്നുണ്ട്. ജിറോണ, ലെവാന്റെ, അതുപോലെ തന്നെ വിയാറയൽ എന്നിവർക്കെതിരെയുള്ള മത്സരങ്ങളെല്ലാം ഇപ്പോൾ FC ബാഴ്സലോണയെ കാത്തിരിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് അത്ലറ്റിക്കോയെ FC ബാഴ്സലോണ നേരിടുക. മാർച്ച് 4-ാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.